12 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിനുള്ള ഭാഗ്യം ഉണ്ടായത്. കഴിഞ്ഞുപോയ വർഷങ്ങളിൽ പലപ്പോഴും ഇവിടേക്കൊന്ന് എത്തിച്ചേരാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും പല പല കാരണങ്ങളാൽ അതെല്ലാം മാറിപ്പോയി. അപ്പോഴൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മയെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിലുപരി നമ്മൾ അവിടെ എത്തണമെങ്കിൽ അമ്മ തന്നെ വിചാരിക്കണമെന്ന്. അതെ, അതാണ് സത്യം. പലർക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഞാനിതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മയെ കണ്ണു നിറച്ച് കണ്ടു തൊഴുതു എന്ന് മാത്രമല്ല, വളരെ അടുത്തെത്തിയ നിമിഷം ദീപാരാധനയ്ക്കായി നടയടച്ചിരുന്നു. അത്രയും സമയവും അമ്മയുടെ സാമീപ്യത്തിൽ അവിടെ നിൽക്കാനും നട തുറന്ന് അതീവ സുന്ദരിയായ അമ്മയുടെ രൂപം മനസ്സിൽ തെളിയും വിധം അടുത്തു നിന്ന് ദീപാരാധന കണ്ടു തൊഴാനുമുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അമ്മയെ സ്വർണ്ണരഥത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ എന്നെ സംബന്ധിച്ചൊരു അത്ഭുതം തന്നെയായിരുന്നു. ദീപാരാധന കണ്ടു തൊഴുതിറങ്ങിയപ്പോൾ മനസ്സും, അമ്മയുടെ അന്നദാനം കഴിച്ചിറങ്ങിയപ്പോൾ വയറും നിറഞ്ഞു. ശരിക്കും അമ്മ മനസ്സും വയറും നിറച്ചാണ് എന്നെ അവിടുന്ന് വിട്ടത്. ഒരു തവണയെങ്കിലും അമ്മയെ ഒന്ന് കണ്ടു തൊഴുതു പോരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷെ അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങളായിട്ട് എനിക്ക് നൽകിയിരുന്നു. ഒരുപാട് നാളുകൊണ്ടുള്ള എൻ്റെ ഒരു വിഷ്വലൈസേഷനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഒരു ചുവന്ന സാരി ഉടുത്ത് ഈ രഥത്തിന് മുമ്പിൽ നിൽക്കുന്ന എന്നെ ഞാൻ എത്രയോ തവണ സ്വപ്നം കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് ദീപാരാധന തൊഴുതും പിറ്റേ ദിവസം രാവിലെയും എനിക്ക് അമ്മയുടെ അടുത്ത് നിന്ന് തൊഴാൻ സാധിച്ചു. പ്രസാദമായ ഒരു താലം നിറയെ കുങ്കുമവും മുല്ലപ്പൂവും അമ്മയുടെ കുപ്പിവളകളും അമ്മയ്ക്ക് ചാർത്തിയ പട്ടുമെല്ലാം എന്നെ സംബന്ധിച്ച് വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. തിരിച്ച് നാട്ടിലെത്തിയിട്ടും ഇപ്പോഴും എൻ്റെ മനസ്സ് നിറയെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവും അമ്മയുടെ അതീവ സുന്ദരമായ ആ മോഹന രൂപവും എല്ലാം മാത്രമാണ്. ഇനിയും അമ്മയുടെ അടുത്തേക്ക് എത്തണം എന്നുള്ള ഒരേ ഒരു പ്രാർത്ഥനയും ആഗ്രഹവുമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അമ്മയുടെ ദർശനത്തിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ.